എന്നാ പറയണ്ടേ, ഇൻസ്റ്റാഗ്രാമിൽ ഇതിങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കലാന്ന്. അപ്പൊ എനിക്ക് അതിനൊരു മറുപടി പറയണമെന്ന് തോന്നിയിട്ട് ഞാൻ പ്രിയപ്പെട്ടവരെ, ഒരു മതത്തിനെയും അവഹേളിക്കാൻ വേണ്ടി പറയുന്നതല്ല. ഇവിടുത്തെ രണ്ട് തരത്തിലുള്ള ഇരട്ടത്താപ്പ് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ് എന്തൊക്കെ വിപ്ലവമായിരിക്കും നടക്കാൻ പോകുന്നത്. ഇതിന്റെ യാഥാർത്ഥ്യം. അപ്പൊ ഞാൻ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. നമ്മള് മനുഷ്യരെല്ലാവരും ഒന്നാണ്. ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം അങ്ങനെ ഒന്നുമില്ല. എല്ലാവരും ഒന്നാണ്, ഒരു ചോരയാണെന്ന് കരുതി നമ്മൾ സന്തോഷത്തോടെ ജീവിക്കുകയല്ലേ വേണ്ടത്. ഒരൊറ്റ ദൈവം, മനുഷ്യ ദൈവം. സത്യം പറഞ്ഞാൽ ഒരൊറ്റ ദൈവത്തെ നമ്മൾ പല നാമത്തിൽ വിളിക്കുകയാണ് ചെയ്യുന്നത്. അള്ളാഹു, കൃഷ്ണൻ അല്ലെങ്കിൽ ശിവൻ, രാമൻ, അതുപോലെ തന്നെ യേശു എന്നൊക്കെ പറഞ്ഞിട്ട് പല പല നാമത്തിൽ നമ്മൾ വിളിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയെല്ലാം ഒരാളിലേക്കാണ് ചെല്ലുന്നത്. അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. കഴിഞ്ഞ ദിവസം ഒരു ടീച്ചർ ഹിന്ദു വിദ്യാർത്ഥികൾക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര വിവാദമാണ് ഇപ്പൊ നടക്കുന്നത്. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ഭയങ്കരമായിട്ട് വിവാദമായിരിക്കുകയാണ് ഈ ഒരു വാർത്ത. അതിന്റെ സത്യാവസ്ഥ എന്താണ് എന്നുള്ളത് ആ ടീച്ചർ തന്നെ കരഞ്ഞുകൊണ്ട് രംഗത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്തായാലും ഞാൻ ഇവിടെ വെച്ചു തരാം. അതിനുശേഷം നമ്മുടെ അൻസാരി സൂരി ഉസ്താദ് എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്നുള്ള കാര്യവും പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഒരു പുള്ളിക്കാരനാണ് ഇത് വലിയൊരു പ്രശ്നമാക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ ആ പുള്ളിക്കാരൻ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഇഷ്ടം പോലെയാണ് പിന്നെ ഓരോ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ ഒത്തിരി വിഷയങ്ങൾ നടക്കുന്നുണ്ട്, അതിനെക്കുറിച്ചൊന്നും അല്ല അതിനകത്ത് ചർച്ച ചെയ്യുന്നത്. അതിനകത്ത് ഫുള്ള് ജാതി, മതം അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ആ പുള്ളിക്കാരനോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇത്തിരി മാറ്റി പിടിക്കുന്നത് വളരെ നല്ലതായിരിക്കും. എന്തിനാണ് ഇങ്ങനെ ഓരോ വിഷയങ്ങൾ ഉണ്ടാക്കി തമ്മിൽ തല്ലിക്കുന്നതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നമ്മളെല്ലാവരും മരിച്ചു പോകുന്നവരാണ്, എന്തിനാണ് ഇങ്ങനെ വെറുതെ വർഗീയത ഉണ്ടാക്കുന്നത്? കാരണം നിങ്ങളും ഒക്കെ നാളെ മരിച്ചു പോകേണ്ടവരല്ലേ? അതൊന്ന് ചിന്തിക്കാൻ വയ്യ. എന്തിനാണ് ഈ വർഗീയത വെച്ച് പുലർത്തുന്നത്? അപ്പൊ എന്തായാലും നമുക്ക് ആദ്യം ആ ഖുർആൻ പഠിപ്പിക്കുന്ന ആ സ്കൂൾ ടീച്ചർ ഖുർആൻ പഠിപ്പിക്കുന്നു എന്ന് പറയുന്ന ആ ഒരു വീഡിയോ കണ്ടിട്ട് വരാം. എല്ലാരും ഫുഡ് കഴിക്കുമ്പോൾ പ്രാർത്ഥന ചൊല്ലിയാ എന്നാ ചൊല്ലിയേ? അപ്പൊ എന്തായാലും എനിക്ക് പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ടീച്ചർ ഭയങ്കരമായിട്ട് വിഷമിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. ആ ഒരു വീഡിയോ ഞാൻ വെച്ച് തരാം. ഈ വിവാദമായിട്ടുള്ള ഒരു വീഡിയോ എന്ന് പറയുന്നത് പ്രചരിപ്പിച്ച ആ മനുഷ്യനാണ്. എന്തായാലും ആ മനുഷ്യന്റെ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. ഞാൻ ഭാരതീയൻ എന്നാണ് ആ പുള്ളിക്കാരന്റെ ചാനലിന്റെ പേര്. ഒന്ന് ജസ്റ്റ് കണ്ടിട്ട് വരാം. പ്രിയപ്പെട്ടവരെ, ഒരു മതത്തിനെയും അവഹേളിക്കാൻ വേണ്ടി പറയുന്നതല്ല. ഇവിടുത്തെ രണ്ട് തരത്തിലുള്ള ഇരട്ടത്താപ്പ് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കുട്ടികൾ ആഹാരം കഴിക്കുന്നതിന് മുമ്പ് ടീച്ചർ അവരോട് മുസ്ലിം ആരാധന പ്രകാരമുള്ള ഖുർആൻ വാക്കുകൾ ഉദ്ധരിക്കാൻ പറയുന്നു. കുട്ടികൾ അത് ഏറ്റുപറയുന്നു. നല്ലത്, നന്നായി വരട്ടെ. ഇത് കേരളത്തിന്റെ മതേതര പ്രവർത്തനങ്ങളുടെ ചിന്താഗതിയാണെങ്കിൽ നാളെ ആ കുട്ടികളെ കൊണ്ട് ഹിന്ദു ആരാധന പ്രകാരമുള്ള ഒരു ഭോജന മന്ത്രം ചൊല്ലിച്ചാൽ ഈ നാട്ടിൽ എന്തൊക്കെ വിപ്ലവമായിരിക്കും നടക്കാൻ പോകുന്നത്. ചൊല്ലിച്ച ടീച്ചറിന്റെ പണി പോകും. അവരെ സമൂഹ മധ്യത്തിൽ കുറെ ഗുണ്ടകൾ അറ്റാക്ക് ചെയ്യും. മീഡിയാസ് അവരെ കൊണ്ട് കണ്ടന്റ് വാല്യൂ കൂട്ടും. പലതവണ പല കാര്യങ്ങളിൽ നമ്മൾ ഇത് കണ്ടതാണ്. മതപഠനശാലകളിൽ ചൊല്ലേണ്ട മന്ത്രങ്ങൾ അവിടെ മാത്രം മതി, മറ്റുള്ളവർക്ക് അത് കുത്തിക്കയറ്റാൻ നോക്കണ്ട. എല്ലാവർക്കും ഇവിടെ ഒരേ നിയമമാണ്. ഒരു വിഭാഗത്തിന് മാത്രം മതേതരവും മറ്റേ വിഭാഗത്തിന് വർഗീയതയുമാകുന്നത് എവിടുത്തെ ന്യായമാണ്? ഇതിന് താഴെ വരാൻ പോകുന്ന കമന്റുകൾ കണ്ടിട്ട് തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഒരു പുല്ലുമില്ല, പറയാനുള്ളത് പറയുക തന്നെ ചെയ്യും. പക്ഷെ ഈ വീഡിയോ കണ്ടപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ഇങ്ങനെ പറയുന്നതായിരിക്കും ശരിയെന്നാണ്. പക്ഷെ സത്യാവസ്ഥ എന്തെന്നുള്ളത് ഈ ടീച്ചർ തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാരും ഫുഡ് കഴിക്കുമ്പോൾ പ്രാർത്ഥന ചൊല്ലിയാ എന്നാ ചൊല്ലിയേ? ഞാൻ കഴിഞ്ഞ ദിവസം സ്കൂളിലെ മക്കള് ഭക്ഷണം കഴിക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞിട്ടല്ല, എനിക്കിപ്പോ അത് ഇങ്ങനെ എന്നാ പറയണ്ടേ, ഇൻസ്റ്റാഗ്രാമിൽ ഇതിങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കലാന്ന്. അപ്പൊ എനിക്ക് അതിനൊരു മറുപടി പറയണമെന്ന് തോന്നിയിട്ട് ഞാൻ വന്നയാന്ന് കേട്ടാ. എല്ലാവർക്കും കുറേ സംശയങ്ങൾ അതിൽ വന്നിട്ടുണ്ട്. ഞാന് ഗവൺമെന്റ് സ്കൂളിൽ പോയിട്ടാണ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്, ഹിന്ദു കുട്ടികൾക്കും ക്രിസ്ത്യാനികൾക്കുമാണ് ഇങ്ങനെ മുസ്ലിം മതം പഠിപ്പിക്കുന്നത്, പ്രാർത്ഥന പഠിപ്പിക്കുന്നത് എന്നൊക്കെ വന്നിട്ടുണ്ട്. ഞാനുണ്ടല്ലോ പിന്നെ ഇസ്ലാമിക് പ്രീ സ്കൂളിലാണ് വർക്ക് ചെയ്തത്. അപ്പൊ അവിടെ മുസ്ലിം കുട്ടികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പഠിപ്പിച്ചു കൊടുത്തിയാണത്. അവര് പഠിക്കുമ്പോൾ ഞാനും കേട്ട് പഠിച്ച് അങ്ങനെ ഞാൻ പഠിപ്പിച്ചു കൊടുത്തിയാണത്. അപ്പൊ അതിന് ഒരുപാട് ബാഡ് കമന്റും ഒരുപാട് പേരെന്നെ ടാഗ് ചെയ്തിട്ടും ഇപ്പൊ ഇങ്ങനെ എന്നാ പറയണ്ടേ, ഇങ്ങനെ അങ്ങനെ ആക്കുന്നുണ്ടെന്നാ. പിന്നെ അതിൽ ഇസ്ലാമിക് പരമായിട്ട് ഒരുപാട് കാര്യങ്ങള് ആ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോ അത് റിലേറ്റഡ് ആയിട്ട് പറഞ്ഞു കൊടുത്തിയാണ് ഞാൻ. അപ്പൊ ഞാൻ ഇതിൽ എന്റെ ഇൻസ്റ്റാ ഐഡിയിൽ തന്നെ ഞാൻ ആദ്യം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, വണ്ടിയിൽ കയറുമ്പോൾ ചൊല്ലുന്നൊരു പ്രാർത്ഥന. അപ്പോ അതുപോലെ മാത്രമേ ഞാൻ ഈ ഒരു വീഡിയോ കണ്ടിട്ടുള്ളൂ. ഇങ്ങനെ ഇത് എന്നാ പറയണ്ടേ, മനുഷ്യനെ അത്രമാത്രം തളർത്തുകയും പിന്നെ എന്നാ പറയണ്ടേ മാനസികമായി തളർത്തുകയും എന്നെല്ലാം പറയുന്ന പോലത്തെ ഒരു അവസ്ഥയില്ലേ, അതാണത്. ഞാൻ വിചാരിച്ചു ഞാൻ ഇങ്ങനെ വീഡിയോ ഇട്ടാല് എന്നാ പറയണ്ടേ, മുസ്ലിമായ കുട്ടികൾക്ക് ഹിന്ദുവായി ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ എല്ലാരും എന്നെ എന്നാ പറയണ്ടേ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഞാൻ വിചാരിച്ചു. ഇത് ഒരുമാതിരി അപ്രീഷിയേറ്റ് ആയിപ്പോയി കേട്ടാ.
അപ്പൊ ടീച്ചർക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം ഇതാണ്. ഇനി നമുക്ക് അൻസാരി സൂരി ഉസ്താദ് എന്താ പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേട്ടിട്ട് വരാം. ഞാനൊരു കാര്യം പറയട്ടെ അതിനു മുമ്പ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഗവൺമെന്റ് സ്കൂളാണ്. അവിടെ മുസ്ലിങ്ങള്, ഹിന്ദുക്കള്, ക്രിസ്ത്യൻസ് അങ്ങനെ എല്ലാവരും ഉണ്ടെങ്കിൽ ഞാനും ചിലപ്പം ഇതിനെ എതിർക്കുമായിരുന്നു. പക്ഷെ ഞാൻ വർഗീയതയല്ല കൊണ്ടുവരുന്നത്. ചിലപ്പം അങ്ങനെ ഞാൻ ഇതായേനെ. പക്ഷേ ഇതിനകത്ത് കൂടുതലും ഇവിടെ ഈ ഒരു ക്ലാസ്സിൽ ഫുള്ള് മുസ്ലിം കുട്ടികളാണെന്നാണ് എനിക്ക് കിട്ടിയ വിവരം. അപ്പൊ എന്തായാലും സത്യാവസ്ഥ എന്താണെന്ന് അറിയത്തില്ല. അത് അറിയുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം. അപ്പൊ മുസ്ലിം കുട്ടികൾ മാത്രമാണ് അവിടെ പഠിക്കുന്നത് എന്നാണ്. അപ്പൊ അതുകൊണ്ട് ആ ടീച്ചർ അങ്ങനെ പറഞ്ഞു കൊടുത്തത് തെറ്റില്ല. നമുക്ക് ഇനി അടുത്തത് അൻസാരി സൂരി ഉസ്താദ് പറയുന്നതിൽ ഇപ്പോ നല്ലൊരു ദിവസമായിട്ട് രാവിലെ തന്നെ കുത്തിത്തിരിപ്പോട്ട് ഞാൻ ബാണതിയിൽ ഇറങ്ങിയിട്ടുണ്ട്. പറ എല്ലാരും ഫുഡ് കഴിക്കുമ്പോൾ പ്രാർത്ഥന ചൊല്ലിയാ പ്രിയപ്പെട്ടവരെ, ഒരു മതത്തിനെയും അവഹേളിക്കാൻ വേണ്ടി പറയുന്നതല്ല. ഇവിടുത്തെ രണ്ട് തരത്തിലുള്ള ഇരട്ടത്താപ്പ് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കുട്ടികൾ ആഹാരം കഴിക്കുന്നതിന് മുമ്പ് ടീച്ചർ അവരോട് മുസ്ലിം ആരാധന പ്രകാരമുള്ള ഖുർആൻ വാക്കുകൾ ഉദ്ധരിക്കാൻ പറയുന്നു. കുട്ടികൾ അത് ഏറ്റുപറയുന്നു. നല്ലത്, നന്നായി വരട്ടെ. ഇത് കേരളത്തിന്റെ മതേതര പ്രവർത്തനങ്ങളുടെ ചിന്താഗതിയാണെങ്കിൽ നാളെ ആ കുട്ടികളെ കൊണ്ട് ഹിന്ദു ആരാധന പ്രകാരമുള്ള ഒരു ഭോജന മന്ത്രം ചൊല്ലിച്ചാൽ ഈ നാട്ടിൽ എന്തൊക്കെ വിപ്ലവമായിരിക്കും നടക്കാൻ പോകുന്നത്. ചൊല്ലിച്ച ടീച്ചറിന്റെ പണി പോകും. നിങ്ങൾക്കൊരു ഹിംസ്ര ജീവിയെ കൊണ്ട് ഒരു കവിതാശകലം എഴുതാൻ സാധിച്ചാലും ശരി, ഞാൻ ഭാരതീയനടക്കമുള്ള സംഘപരിവാറുകാരെ കൊണ്ട് അവരെ സത്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്നുള്ളത് ഈ ലോകത്ത് അതിനേക്കാൾ ശ്രമകരമായ ഒരു പണി വേറെയില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇനി ഇതിന്റെ യാഥാർത്ഥ്യം ആ ടീച്ചർ തന്നെ പറയട്ടെ. എല്ലാരും ഫുഡ് കഴിക്കുമ്പോൾ പ്രാർത്ഥന ചൊല്ലിയാ ഞാൻ കഴിഞ്ഞ ദിവസം സ്കൂളിലെ മക്കൾ ഭക്ഷണം കഴിക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞിട്ടല്ല, എനിക്കിപ്പോ അത് ഇങ്ങനെ എന്താ പറയുക, ഇൻസ്റ്റാഗ്രാമിൽ ഇതിങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കലാണ്. അപ്പൊ എനിക്ക് അതിനൊരു മറുപടി പറയാൻ തോന്നിയിട്ട് ഞാൻ വന്നതാണ് കേട്ടോ. എല്ലാവർക്കും കുറേ സംശയങ്ങൾ അതിൽ വന്നിട്ടുണ്ട്. ഞാൻ ഗവൺമെന്റ് സ്കൂളിൽ പോയിട്ടാണ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്, ഹിന്ദു കുട്ടികൾക്കും ക്രിസ്ത്യാനികൾക്കുമാണ് ഇങ്ങനെ മുസ്ലിം മതം പഠിപ്പിക്കുന്നത്, പ്രാർത്ഥന പഠിപ്പിക്കുന്നത് എന്നൊക്കെ വന്നിട്ടുണ്ട്. ഞാനുണ്ടല്ലോ പിന്നെ ഇസ്ലാമിക് പ്രീ സ്കൂളിലാണ് വർക്ക് ചെയ്തത്. കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരു ഇസ്ലാമിക് പ്രീ സ്കൂളിൽ അവിടെ പഠിക്കുന്ന മുസ്ലിം വിദ്യാർത്ഥികൾക്ക് ഇസ്ലാമിന്റെ കൾച്ചർ, ഭക്ഷണം കഴിക്കുമ്പോൾ ദൈവനാമത്തിൽ ബിസ്മി ചൊല്ലി കഴിക്കുക, ഭക്ഷണാനന്തരം ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അൽഹംദുലില്ലാഹ് എന്ന് ചൊല്ലുക. സത്യം പറയാലോ, ഈ അൻസാരി ഉസ്താദിന്റെ ഭാഗം ശരിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പുള്ളിക്കാരൻ പറഞ്ഞത് കറക്റ്റ് ആണ്. അപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ, ഈ ഹിന്ദു കുട്ടികൾക്ക് ഖുർആൻ പഠിപ്പിച്ചു എന്നോ അല്ലെങ്കിൽ മുസ്ലിം കുട്ടികൾക്ക് പിന്നെ ഹിന്ദുക്കളുടെ രാമായണത്തിന്റെ ഭാഗം പഠിപ്പിച്ചു എന്നോ അങ്ങനെ എന്തെങ്കിലും കേൾക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും അതിനെക്കുറിച്ച് പഠിക്കണം. എന്നിട്ട് വേണം ഒരു വീഡിയോ ചെയ്യാനായിട്ട്. അല്ലാണ്ട് കേട്ട പാതി കേൾക്കാത്ത പാതി എടുത്തു ചാടി ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്യരുത് ആരും. നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ട ഒരു അധ്യാപിക പഠിപ്പിക്കുകയാണ്. ഇസ്ലാമിക് പ്രീ സ്കൂളിലാണ്. ഒരു ടീച്ചർ നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ടതാണ്. അവർക്കൊരു ഭാഷയോടുള്ള താല്പര്യവും ജോലി സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ഒരു ഭാഷ സ്വായത്തമാക്കുന്നു. അവരാഗ്രഹിച്ചതുപോലെ തന്നെ അത്തരം ഒരു കലാലയത്തിൽ ജോലി കിട്ടുന്നു. ആ കലാലയത്തിലെ സിലബസ് അനുസരിച്ച് തന്റെ മുമ്പിലിരിക്കുന്ന കുട്ടികൾക്ക് ഇസ്ലാമിക് കൾച്ചർ പഠിപ്പിക്കുന്നു. ഈ ഭാഗം മാത്രം ഷാഗ വാട്സപ്പ് യൂണിവേഴ്സിറ്റി വരുന്നപ്പം ഇവന്മാർ വിചാരിച്ച് ഏതോ പൊതുവിദ്യാലയത്തിലും മുസ്ലിം കുട്ടികളല്ലാത്തവർക്കും എല്ലാവർക്കും മിക്സഡ് ആയിട്ടുള്ള സ്ഥലത്ത് മറ്റു കുട്ടികൾക്ക് കൂടി ഇത് അറബി ഭാഷ പഠിപ്പിക്കുന്നു, ദൈവത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ പോകുന്നു, അവരൊക്കെ ഇസ്ലാമാക്കാൻ പോകുന്നു. ഉറഞ്ഞു തുള്ളലോട് തുള്ളല്. ഈ ഷാഗ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയുടെ അവസ്ഥ എങ്ങനെയാണ്? അതിനകത്ത് സത്യവും ധർമ്മവും അങ്ങനൊന്നും നോക്കേണ്ട കാര്യമില്ല. നമ്മൾ പറയാം 90 ഡിഗ്രി. ഇപ്പൊ ഇതിനകത്ത് സംസാരിച്ചാൽ ഞാൻ ബാണതിയെ തന്നെ നോക്കിയാൽ മതി. എപ്പോഴും 90 ഡിഗ്രി. ഞാൻ ഇവന്റെയൊക്കെ അവസ്ഥ ആലോചിക്കുകയാണ്. എന്തെങ്കിലും ഒരു ദിവസം ഇവനൊക്കെ മനസമാധാനത്തോടെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കണ്ടിട്ട് നമുക്കത് മരിച്ചാൽ മതിയായിരുന്നു. വലിയ ആഗ്രഹമാണ്. ഒരു ഭിത്തിയിലോട്ട് ചേർന്ന് 90 ഡിഗ്രി ചരിഞ്ഞ് നിന്നിട്ട് ഈ നാട്ടിലുള്ള ഇവന്മാരല്ലാത്ത മുഴുവൻ മനുഷ്യന്മാരെ പാകിസ്ഥാനിലേക്ക് കയറ്റിയാക്കല മര പരിപാടി. രാവിലെ ഇറങ്ങും ടോക്സിക്കോട്ടെ, അതെന്തോ ആയിക്കോട്ടെ. പക്ഷെ ഇതിനകത്ത് രസം എന്ന് പറഞ്ഞാലേ ഇവൻ പറഞ്ഞൊരു വാക്ക് നമ്മൾ ശ്രദ്ധിക്കണം. വരട്ടെ. നാളെ ആ കുട്ടികളെ കൊണ്ട് ഹിന്ദു ആരാധന പ്രകാരമുള്ള ഒരു ഭോജന മന്ത്രം ചൊല്ലിച്ചാൽ ഈ നാട്ടിൽ എന്തൊക്കെ വിപ്ലവമായിരിക്കും നടക്കാൻ പോകുന്നത്. ചൊല്ലിച്ച ടീച്ചറിന്റെ പണി പോകും. ഒരു ഭോജന മന്ത്രം പഠിപ്പിച്ചു കൊടുത്താൽ ഇവിടെ നാടാകെ കത്തും, മൊത്തം പ്രശ്നമാവും, രാജ്യത്തിന് ഇതി പിടിക്കും, സംസ്ഥാനമാകെ അട്ടിമറിയും. അല്ലേ? എന്റെ പൊന്നു ഭാരതി, നീ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം നീ മനസ്സിലാക്കേണ്ടത് ലോകത്ത് ഒരേ ഒരു വേദഗ്രന്ഥത്തിന്റെ പ്രാരംഭം ഇഖ്റാൾ നീ വായിക്കുക എന്ന്. ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഷ പഠിക്കുക എന്നുള്ളത്, ഒരു മന്ത്രം അല്ലെങ്കിൽ ഒരു ഭാഷ പഠിക്കുക എന്ന് പറഞ്ഞത് അതിന് ആ റേഞ്ചിൽ തന്നെ കാണുള്ളൂ. നീ നോക്കൂ, രാമായണത്തിന്റെ പ്രശ്നോത്തരിയിൽ 1ാം സമ്മാനം കിട്ടിയ ആർക്കാ? നീ വാർത്ത കാണണ മോനെ. രാമായണ പ്രശ്നോത്തരി മത്സരത്തിൽ ആദ്യ 5 സ്ഥാനക്കാരിൽ ഇസ്ലാം മതപഠന വിദ്യാർത്ഥികളും അവസാന വർഷ വാഫി ബിരുദ വിദ്യാർത്ഥികളായ മുഹമ്മദ് ജാബിറും മുഹമ്മദ് ബാസിത്തും DC ബുക്ക് സംഘടിപ്പിച്ച രാമായണ പ്രശ്നോത്തരി മത്സരത്തിലാണ് വിജയികളായത്. ആയുസ് പോകുന്നത് ഏതുമാ രീതിയിലെ മായാസമുദ്രത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. വാർത്ത കണ്ട ഇസ്ലാമിക മതപഠന വിദ്യാർത്ഥികൾ രാമായണത്തിൽ പ്രശ്നോത്തരിയിൽ 1ാം സമ്മാനം വാങ്ങുകയാണ്. സത്യം
പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, അത് കാണുന്നവർ ഇപ്പൊ ഇങ്ങനെയുള്ള ഒരു സംഭവം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര പ്രശ്നമാണ്. ഇത് വർഗീയത വളർത്തുന്നതാണ്. ഇപ്പൊ ഹിന്ദു കുട്ടികൾക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഹിന്ദുക്കൾ ഇളകും, മനസ്സിലായ? എന്നിട്ട് മുസ്ലിങ്ങളുമായിട്ട് തമ്മിത്തല്ലുണ്ടാകും. അതൊന്നും പറഞ്ഞാൽ മനസ്സിലാകാത്ത മനുഷ്യരാണ് ഇപ്പൊ നമ്മുടെ കൺമുന്നിലുള്ളത്. എന്ത് പറയാനാണ് ഇവരോടൊക്കെ? ഇതൊരു ഭാഷയാണ്, ഇതൊരു ഭാഷയാണ്. ഇത് പഠിച്ചാൽ ജോലി കിട്ടും ഇന്ത്യ മഹാരാജ്യത്ത്, അല്ലാതെ മറ്റൊന്നും പുഴുകി തിന്നാനൊന്നുമില്ല. പിന്നെ ഇനി രണ്ടാമത്തത്, മറ്റൊരു ഇസ്ലാമിക കലാലയത്തിൽ സംസ്കൃത അധ്യാപകനെ വെച്ചുകൊണ്ട് ക്ലാസ് എടുക്കുന്നത് ശ്രദ്ധിച്ചു. ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്വൈ ശ്രീ ഗുരവേ നമഃ. നമസ്തേ. വയം ആരംഭം കുർമഃ. പ്രഥമം ഏക സുഭാഷിതം പഠാമः. ഭവാൻ ഏക ശ്ലോകം പഠതി വാ? പഠതി. ഉദ്യമേനൈവ സിദ്ധ്യന്തി കാര്യാണീന മനോരഥൈഃ നഹി സുപ്തസ്യ സിംഹസ്യ. നീ കണ്ട, നീ കേട്ടാ? ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഷ പഠിക്കുക എന്ന് പറഞ്ഞൊരു പുതിയ അറിവാണ്. അറിവിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന മതമാണ് പരിശുദ്ധമായ ഇസ്ലാം. ഞങ്ങൾക്കൊരു സംസ്കൃതം പഠിക്കുക. എടാ, 22 ഈ അറബി ഭാഷ എന്തുകൊണ്ടാണ് വർത്തമാന കാലഘട്ടത്തിൽ ഈ നാട്ടിലെ മറ്റ് സമൂഹങ്ങളോട് പഠിക്കുന്നത്? എടാ, ലോകത്തിലെ 22 രാജ്യങ്ങളിലെ ഔദ്യോഗിക ഭാഷ അറബി. നമ്മുടെ ഈ സംസ്കൃതം എന്നുള്ളത് നമ്മുടെ രാജ്യത്ത് പോലും ഔദ്യോഗിക ഭാഷയല്ല. ഇത് സംസാരിക്കുന്നവർ പോലും വളരെ തുലം കുറവാണ്. പിന്നെ നമ്മുടെ രാജ്യത്ത് അത്തരം ഒരു ജോലി സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് സംസ്കൃതം, എത്രയോ ഇസ്ലാമിക പണ്ഡിതന്മാരുടെ മക്കൾ പോലും അവർ എടുത്തിരിക്കുന്നത് സംസ്കൃതമാണ് ആ ഒരു സബ്ജക്റ്റ്. ഇതൊക്കെ ഒരു ഭാഷ പഠിക്കലില്ല. ഇതിനപ്പുറത്തേക്ക് എന്താണ്? നീ ഒരു ഭോജന മന്ത്രം അങ്ങോട്ട് ചൊല്ലിക്കൊടുത്താൽ ഇവിടെ ഇപ്പൊ എന്ത് സംഭവിക്കാൻ പോകുന്നു? വെറുതെ നാട് നാശമാക്കാൻ വേണ്ടി വൃത്തികേട് പറയുന്നത്. അയ്യേ, നിനക്ക് ചെറുപ്പക്കാരനല്ലേ? നീ ഒരു ചെറുപ്പക്കാരനല്ലേ? നിനക്ക് നാണം തോന്നില്ല? എല്ലാ സമൂഹത്തെ കണ്ടുകൊണ്ടിരിക്കല്ലേ? ഭോജന മന്ത്രം ചൊല്ലിക്കൊടുത്താൽ എടാ, ഇതൊക്കെ നന്മയാടാ, ഇതൊക്കെ നല്ലത് പഠി. പിന്നെ നിന്റെ ടെൻഷൻ എനിക്കറിയാം, അത് മനസ്സിലായി. ഈ അറബി പഠിക്കുക, അതുവഴി ഖുർആൻ പഠിക്കുക, അങ്ങനെ പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് അവർ കൂടുതൽ ആഴത്തിൽ അങ്ങനെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒന്നുണ്ടെന്നുള്ളതാണ്. എടാ, നീയൊക്കെ കൊണ്ട് നടക്കുന്നു, നീയൊക്കെ പറയുന്ന ലോകത്ത് മനുഷ്യരെ സ്വാധീനിക്കാത്തത്. ആദ്യം നീയൊക്കെ ഒന്ന് ക്ലിയർ ആകും. നീയൊക്കെ ഒന്ന് മര്യാദക്ക് മനുഷ്യരോട് സ്നേഹത്തെ ഒന്ന് സംവദിക്കും. അപ്പൊ ജനങ്ങൾക്ക് ഈ പറയുന്ന ആശയം. ഇന്നലെ ഞാനൊരു ചെറുപ്പക്കാരനുമായിട്ട് സംവദിച്ചിരുന്നു. അവന്റെ എന്ത് രസമാണ് അദ്ദേഹത്തിന്റെ ഭാഷ സംസാരിക്കാൻ, അദ്ദേഹത്തിന്റെ സംസാരം കേൾക്കാൻ എന്ത് രസമാണ്. അതുപോലെ മര്യാദക്ക് മനുഷ്യരോട് മര്യാദക്ക് സംസാരിക്കും, മനുഷ്യത്വത്തോടു കൂടി മനുഷ്യരോട് സംസാരിക്കും. അപ്പൊ നമ്മളൊക്കെ കേൾക്കുമ്പോൾ ഇയാൾ കൊള്ളാവല്ലേ, മനോഹരമായിട്ട് സംസാരിക്കുന്നുണ്ട്, ഇയാളെ ഇന്ന് അറിയാൻ ശ്രമിക്കും. നീയൊക്കെ ഇന്ന് വരെ, നീ ആകട്ടെ, ശശികല ടീച്ചർ ആകട്ടെ, പ്രതീക്ഷ ആകട്ടെ, ലക്ഷ്മി കോണത്താകട്ടെ, ഏത് മനുഷ്യനെ നോക്കിയോ എന്നെങ്കിലും മനുഷ്യന്റെ സ്നേഹത്തെക്കുറിച്ച്, സൗഹൃദത്തെക്കുറിച്ച്, സൗഹൃദത്തെക്കുറിച്ച്, ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം നമ്മളെല്ലാവരും കൂടുന്നല്ലേ? ഈ മനുഷ്യരെല്ലാം ഒന്നായിട്ട് പോകണം, ഒന്നായിട്ട് പോയാണ് നമ്മുടെ രാജ്യത്തിന് ബലം ഉണ്ടാകുക. ഇങ്ങനെ എന്തെങ്കിലും ഐക്യത്തെക്കുറിച്ച്, സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ ലോകത്തുള്ള മുസൽമാന്മാർ മൂത്രം ഒഴിച്ചതും കാഷ്ടിച്ചതും പരിശോധിച്ച് അതിന്റെ റിസൾട്ട് പറയല്ലേ നിന്റെയൊക്കെ പണി. അതുകൊണ്ട് എന്തായി ഈ സാധനം? നിന്റെയൊക്കെ അന്നും ഇന്നും ഒക്കെ നിന്റെയൊക്കെ നിലപാട് ഇതായതുകൊണ്ട് തന്നെ നിങ്ങൾ കൊണ്ട് നടക്കുന്ന ഒന്നും മറ്റുള്ളവർക്ക് സാംശീകരിക്കാനോ സ്വായത്തമാക്കാനോ അവരെ കൊണ്ട് താല്പര്യം വരുന്നില്ല. കാരണം നിങ്ങളിലൂടെ നിങ്ങളുടെ ആശയം കാണുകയാണ്, മനസ്സിലായ? നിങ്ങൾ കൊണ്ട് നടക്കുന്ന ആശയത്തെ തെറ്റിദ്ധരിക്കുകയാണ്. ഇത് മനോഹരമായ ഒരു ആശയമാണ്. ഈ മനോഹരമായ ആശയത്തിന്റെ പ്രതിഫലനം നിങ്ങളുടെ സ്വന്തം ജീവിതം കൊണ്ടോ നിങ്ങളുടെ വാക്കുകൊണ്ടോ നിങ്ങൾക്ക് കാണിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ വെറും വിദ്വേഷം പറയുന്ന ഒരു സമൂഹത്തെയും പച്ചയായ മനുഷ്യർ ഉൾക്കൊള്ളത്തില്ല ഭാരതീയ. അതുകൊണ്ട് ഒരു വിഷയത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ട് സബ്മിറ്റ് ചെയ്യും. നീ ഒരു ചെറുപ്പക്കാരനല്ലേ? നമ്മുടെ നാടിന്റെ നന്മക്ക് വേണ്ടി നല്ലത് പറ. ഇങ്ങനെ 24 മണിക്കൂറും കുത്തിത്തിരിപ്പും നാശം ഉണ്ടാക്കാതെ നല്ലത്. അഥവാ നിങ്ങൾ അങ്ങനെ ഒരു വീഡിയോ കണ്ടു, പിന്നെ ഇത് റിയാക്ഷൻ ചെയ്യുന്നവരോടാണ് ഞാൻ പറയാനുള്ളത്. ഈ പുള്ളിക്കാരൻ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ ഇത് സത്യമാണോ എന്ന് തിരക്കുക. ആരോടെങ്കിലും ഫോൺ വിളിച്ചോ, അല്ലെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ന്യൂസ് ആണെങ്കിൽ മാത്രം അത് സമൂഹ മാധ്യമത്തിൽ പ്രചരിപ്പിക്കുക. അല്ലാണ്ട് നിങ്ങൾ അതിന് പോയി കഴിഞ്ഞാൽ എന്തൊക്കെ വിഷയങ്ങളാവും, കലാപങ്ങളാവും ഇവിടെ ഉണ്ടാവുന്നതെന്ന് അറിയാമോ? സത്യം പറയാലോ, ഞാൻ നിങ്ങളുടെ അഭിപ്രായത്തോട് പിന്നെ ഓക്കെയാണ്. പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോ ചെയ്യുക, അതൊക്കെ നിങ്ങളുടെ വ്യക്തിപരമായ കാര്യമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോ ചെയ്യാം. പക്ഷേ നിങ്ങൾ എന്ത് തരത്തിലുള്ള കണ്ടന്റ് എടുത്ത് ചെയ്താലും ഒരു കുഴപ്പമില്ല. പക്ഷെ ഇങ്ങനെയുള്ള മതപരമായിട്ടുള്ളതോ അല്ലെന്നുണ്ടെങ്കിൽ വർഗീയപരമായിട്ടുള്ളതോ എന്തെങ്കിലും കണ്ടന്റ് എടുത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് അന്വേഷിച്ചിട്ട് മാത്രം നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. എനിക്കിപ്പോ എന്തായാലും ഇത്രയൊക്കെ പറയാനുള്ളൂ. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ